ഇന്നലെ ഈസ്റ്റർ ദിനത്തിൽ വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ വിശ്വാസികളെ മാർപ്പാപ്പ അഭിസംബോധന ചെയ്തിരുന്നു. മാർപ്പാപ്പ പിന്നീട് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന്റെ ബാൽക്കണിയിൽ വിശ്വാസികളോട് ഈ ഈസ്റ്റർ ദിന സന്ദേശവും നൽകിയതാണ്. അതിനുശേഷമാണ് ഇന്ന് വത്തിക്കാൻ സമയം ഇന്ന് രാവിലെ 7:35 അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പുറത്തു വരുന്നത്. അദ്ദേഹം മാർപ്പാപ്പയുടെ ഔദ്യോഗിക വസതിയായ സാന്താ മാർത്തയിലായിരുന്നു അദ്ദേഹം ഈ ആശുപത്രി വാസത്തിന് ശേഷം അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്നാണ് വത്തിക്കാൻ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ കത്തോലിക്ക സഭയിൽ, ആഗോള കത്തോലിക്ക സഭയിൽ നിർണായക മാറ്റങ്ങൾക്ക് നേതൃത്വം വഹിച്ച മാർപ്പാപ്പയാണ് ഇപ്പോൾ, പോപ്പാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അദ്ദേഹം ഈ കത്തോലിക്ക സഭയിൽ ഈ 2013 വരെ നിലനിന്ന എല്ലാ പാരമ്പര്യങ്ങളെയും അതുപോലെ തന്നെ ആചാരങ്ങളെയും ഒക്കെ അദ്ദേഹം തിരുത്തി കുറിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊക്കെ ഇക്കാര്യത്തിൽ വലിയ കത്തോലിക്ക സഭയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ കത്തോലിക്ക സഭയിൽ നിർണായക മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച അല്ലെങ്കിൽ അതിന് തയ്യാറെടുത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇപ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ റോമിന് പുറത്തുള്ള ഈ സമീപകാലത്ത് കത്തോലിക്ക സഭയിൽ റോമിന് പുറത്തു നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് അദ്ദേഹം. അർജന്റീനയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹം ഈശോ സഭ അംഗമായിരുന്നു. ഈ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം പഠനത്തിന് ശേഷം അദ്ദേഹം സെമിനാരിയിൽ എത്തുകയും അതുപോലെ തന്നെ ഈശോ സഭ വൈദികനായി അദ്ദേഹം ജസ്യൂട്ട് വൈദികനായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ജസ്യൂട്ട് സെമിനാരിയുടെ തലവനായി അർജന്റീനയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. സാധാരണഗതിയിൽ ജസ്യൂട്ട് സഭയിൽ നിന്ന് ഒരാൾ മെത്രാനാകുക, ബിഷപ്പാവുകയോ അതുപോലെ തന്നെ ഉയർന്ന പദവികൾ വഹിക്കുകയോ ചെയ്യുന്നത് അത്യപൂർവമാണ്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം കർദിനാൾ ഹോർഹെ ബെർഗോളിയോ എന്ന പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഫാദർ ഹോർഹെ ബെർഗോളിയോ അദ്ദേഹം ഈ സെമിനാരിയുടെ സുപ്പീരിയറായി സേവനം അനുഷ്ഠിച്ചു. പിന്നീട് അദ്ദേഹം ഈ ബ്യൂണസ് അയേഴ്സിലെ ബിഷപ്പാവുകയും പിന്നീട് ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെടുകയും ചെയ്തു. 2005 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കാലം ചെയ്തപ്പോൾ പിന്നീട് ഈ പേപ്പൽ ഇലക്ഷനിൽ അദ്ദേഹം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയും അതുപോലെ തന്നെ നേരത്തെ കാലം ചെയ്ത കർദിനാൾ റാറ്റ്സിംഗറും തമ്മിൽ മത്സരമുണ്ടായി എന്നുള്ള ഊഹാപോഹങ്ങളൊക്കെ തന്നെയും നേരത്തെ പുറത്തു വന്നതാണ്. പിന്നീട് ജോസഫ് റാറ്റ്സിംഗർ അദ്ദേഹം ബെനഡിക്റ്റ് 16 എന്ന പേരിലാണ് അദ്ദേഹം പിന്നീട് മാർപ്പാപ്പയായി ചുമതലയേറ്റത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ അത്യപൂർവ സംഭവമായിരുന്നു. അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറി നിന്നത്, പദവിയിൽ നിന്ന് മാറി നിന്ന സംഭവം. അദ്ദേഹം 2013 അദ്ദേഹം ഈ മാർപ്പാപ്പ പോപ്പ് പദവിയിൽ നിന്ന് മാറി നിന്നത്. അദ്ദേഹം പിന്നീട് പോപ്പ് എമിറിറ്റസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആ സമയത്ത് വത്തിക്കാനിൽ വീണ്ടും പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് ചേരുകയുണ്ടായി.